ഫിഫ വേൾഡ് കപ്പ് 2026 സെമി ഫൈനലിൽ ഇന്ന് ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടുന്നു. രാത്രി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരം. രാജൻ മോൻ വേഴ്സസ് യമാൽ മോൻ. ജമാൽ എന്തായാലും ജമാല് വേൾഡ് കപ്പിൽ വലുതായിട്ടൊന്നും എടുത്തു പറയത്തൊക്കെ ഇല്ല. എന്നാൽ അപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ രാജമോൻ എംബാപ്പയുടെ മികച്ച പ്രകടനം, ഗോൾഡൻ ബോൾ റേസിലും ഒന്നാമത് നിൽക്കുന്ന എംബാപ്പെ, പോലീസിന്റെ മികച്ച പ്രകടനം, ഡാംബെല്ലയുടെ മികച്ച പ്രകടനം, എല്ലാവരും ഫ്രാൻസ് ഒന്നടങ്കം ടീം മൊത്തത്തില് മികച്ച പ്രകടനവുമായി നിൽക്കുന്നു. ഇപ്പുറത്ത് മിഡ്ഫീൽഡിന്റെ കരുത്ത്, അതുപോലെ തന്നെ ബാക്ക് ഗോളി, അതുപോലെ തന്നെ ഡിഫൻസിന്റെയും കരുത്ത്. സ്ട്രൈക്കിങ്ങിൽ എടുത്തു പറയപ്പെട്ടതായിട്ട് പേരുകൾ പറയാൻ പറ്റത്തില്ല. 90 മിനിറ്റിൽ വരണം ഗോൾ അടിക്കണമെങ്കിൽ. ആ അവസ്ഥയാണ് സ്പെയിനിലുള്ളത്. എന്തായാലും ശക്തമായ ഒരു മത്സരം തന്നെ ഇന്ന് പ്രതീക്ഷിക്കാം. ഫ്രാൻസ് അവരുടെ 8ാമത്തെ സെമി ഫൈനലിനാണ് വരുന്നത്. ഇതിനു മുമ്പ് 7 സെമി ഫൈനൽ കളിച്ചു. 58-ല് 3-ാം സ്ഥാനം, 82-ല് 4-ാം സ്ഥാനം, 86-ലും 3-ാം സ്ഥാനം. അങ്ങനെ 90 മുമ്പ് ഫൈനലിൽ പ്രവേശിച്ചിട്ടില്ല. പക്ഷെ 98-ല് നമ്മള് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള നേട്ടം സിനദീൻ സിദാന്റെ ഫ്രാൻസ് ഫൈനലിൽ 3-0 ബ്രസീലിനെ പരാജയപ്പെടുത്തി കപ്പെടുക്കുന്നു. ആ 98-ന് ശേഷം ശ്രദ്ധിക്കുക, 98-ന് ശേഷം 2006, 18, 22 3 വട്ടം കൂടെ, മൊത്തം 98 ഉൾപ്പെടെ 4 വട്ടം ഫ്രാൻസ് സെമിയിൽ വന്നിട്ടുണ്ട്. ആ സെമികളെല്ലാം ജയിച്ച് ഫൈനലിൽ എത്തിയിട്ടുണ്ട്. കപ്പെടുത്തു എന്നുള്ളത് 2006 ഫൈനലിൽ പരാജയപ്പെട്ടു. വിഖ്യാതമായ ഫൈനൽ ഇറ്റലിക്കെതിരെ സിദ്ധാന്റെ റെഡ് കാർഡ് കണ്ട മത്സരം. അതുപോലെ 18-ല് എംബാപ്പെ ഗോൾഡൻ ബൂട്ട് എടുക്കുന്നു, കപ്പെടുക്കുന്നു. ഫൈനൽ ക്രൊയേഷ്യയെ 4-2 പരാജയപ്പെടുന്നു. കഴിഞ്ഞ വട്ടം അർജന്റീനയോട് പരാജയപ്പെട്ട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയം 2ാം സ്ഥാനത്ത്. അപ്പോൾ 98 മുതൽ ഇതുവരെ സെമിയിൽ തോക്കാത്ത റെക്കോർഡുമായിട്ടാണ് ഫ്രാൻസ് വരുന്നത്. മറിച്ച് അപ്പുറത്ത് സ്പെയിൻ ആകട്ടെ അവരുടെ അൺബീറ്റനാണ്. സെമിയിൽ അൺബീറ്റൻ റെക്കോർഡ്. ഒരു വട്ടം മാത്രമേ സെമിയിൽ എത്തിയിട്ടുള്ളൂ. അവരുടെ 2ാമത്തെ മാത്രം സെമിയാണ്. 2010-ല് നമുക്കറിയാം സുവർണ തലമുറ സ്പെയിനിന്റെ കാർലോസ് പ്യൂളിന്റെ ഇടിവെട്ട് ഹെഡറിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി. ഗസിയാസിന്റെ ഗോൾവല എല്ലാം കൊണ്ടും ചരിത്രപരമായിട്ടുള്ള ഒരു ടീമാണ് സ്പെയിൻ. പക്ഷെ സ്പെയിൻ ഈ വേൾഡ് കപ്പിലും കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും നേരിടുന്ന ഏറ്റവും വലിയ പ്രധാന വെല്ലുവിളി ഗോൾ നേടിയില്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടൈമിലോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ലോകകപ്പിലും ഉണ്ടായ തന്നെ ഈ വേൾഡ് കപ്പിലും ആവർത്തിക്കാൻ സാധ്യത കൂടുതലാണ്. ഷൂട്ടൗട്ടിൽ പരാജയപ്പെടുക എന്നുള്ളതാണ്. കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിലും അവര് റൗണ്ട് ഓഫ് 16-ല് ഷൂട്ടൗട്ടിലാണ് പരാജയപ്പെട്ടതും. ഒരു തവണ റഷ്യയോടും കഴിഞ്ഞ തവണ മൊറോക്കോയോടും റൗണ്ട് ഓഫ് 16-ല് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ എന്തായാലും ഇപ്പോഴും ഗോൾ അടിക്കുന്നതിൽ വലിയ മികവൊന്നും സ്പെയിൻ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഡിഫൻസിലെ മികവാണ്. ഡിഫൻസും മിഡ്ഫീൽഡ് കളി മെനയുന്നുണ്ട്. അത് നമ്മുടെ നേരത്തെ നല്ല കളി ഫിനിഷിംഗിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് സ്പെയിന്റെ പരാജയമായിട്ട് കാണുന്നത്. യാമീനെ യമാൽ നിഴൽ മാത്രമാണ്. ബാർസയിലൊക്കെയുള്ള യമാലെ അല്ല ഇപ്പൊ കാണുന്നത്. എന്തായാലും ഇന്നത്തെ കളി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടറിയാം. അതുപോലെ സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് ഹെഡ് ടു ഹെഡില് സ്പെയിനാണ് ടെക്നിക്കലി മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ ലോകകപ്പിന് കണക്കെടുക്കുകയാണെങ്കിൽ 2006-ലാണ് വന്നത് റൗണ്ട് ഓഫ് 16-ല്. അന്ന് ഫ്രാൻസ് സ്പെയിനെ 1-3 ഗോളുകൾ തോൽപ്പിച്ചു. വേൾഡ് കപ്പിന് കണക്കുകളിൽ സ്പെയിന് യാതൊരുവിധ ഇല്ല. ഫ്രാൻസ് മികച്ചൊരു ടീം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മത്സരത്തിന് റിസൾട്ടിലോട്ട് പോകുമ്പോൾ വലുതായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നില്ല. പിന്നെ പക്ഷെ ലാസ്റ്റ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 2024 യൂറോയുടെ ഫൈനലില് സെമിയില് 2-1 സ്പെയിൻ ജയിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ UEFA നേഷൻസ് ലീഗിന്റെ സെമിയില് 5-4. അത്തവണ ഫ്രാൻസിന്റെ ഗംഭീര പോരാട്ടം കണ്ട മത്സരമാണ്. ഇപ്പോഴത്തെ താരങ്ങളുള്ള മത്സരങ്ങളിൽ 2 വട്ടം ഫേസ് ടു ഫേസ് വന്നപ്പോൾ സ്പെയിനാണ് ജയിച്ചതെന്നൊരു കണക്ക് മാത്രം പറയാം. പക്ഷെ കളിക്കളത്തിൽ കരുത്തർ ശരിക്കും രാജമോന്റെ ഫ്രാൻസ് തന്നെയാണ്. പിന്നെ രാജമോൻ കഴിഞ്ഞ കളി ഒരു ഇഞ്ചുറിയുടെ ഒരു ഇത് കാണിച്ചായിരുന്നു. അങ്ങനെയാണ് കയറിയത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. എന്തായാലും കണ്ടറിയുമെന്ന്. പിന്നെ മത്സരം ഒരു വേഗതയുടെ മത്സരമായിരിക്കും. 2 ഭാഗത്തും നല്ല വേഗത കാണും. രണ്ട് ടീമിനും എംബല്ലെ ആയാലും എംബാപ്പെ ആയാലും ഒലീസ് ആയാലും ഒക്കെ വേഗതയും ടെക്നിക്കും ഉള്ള ആൾക്കാർ. അപ്പുറത്ത് യമാൽ ആയാലും ഒലാമ ആയാലും അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ട്രൈക്കിങ്ങിലോട്ട് നോക്കിയില്ലെങ്കിലും നിക്കോ വില്യംസ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വേഗതയുടെ ആൾക്കാരാണ് എല്ലാവരും. പെഡ്രി ആണെങ്കിലും പെട്ടെന്ന് ക്വിക്ക് സ്കില്ലുകളുള്ള ആൾക്കാരാണ്. എങ്ങനെ ഫ്രാൻസിന്റെ ഡിഫൻസിനും മിഡ്ഫീൽഡിനും ഇടയ്ക്ക് എങ്ങനെ സ്പാനിഷ് മിഡ്ഫീൽഡേഴ്സ് സ്പേസ് കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കളിയിലെ കൗതുകം. അതുപോലെ തന്നെ അവരുടെ കൂടെ സിമോണയും അവരുടെ ഡിഫൻസ് ലൈനെയും റോഡ്രിയും എങ്ങനെ ഒലിസയും എംബാപ്പയും കൂടെ മുറിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കൗതുകം. റോഡ്രി എന്ന് പരീക്ഷിക്കപ്പെടുക. റോഡ്രിയുടെ ഭരണം വെച്ചാണെന്നുണ്ടെങ്കിൽ അനുസരിച്ചിരിക്കും സ്പെയിന്റെ കളി എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ കളി തീർത്തും ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ്. എനിവേ എന്തായാലും രാജമോനൊപ്പം തന്നെ ഞാൻ രാജമോന് 2-0 വിജയം പ്രഡിക്റ്റ് ചെയ്യുന്നു. ഞാൻ ഷൂട്ടൗട്ടാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. മിക്കവാറും സമനില തന്നെ ആയിരിക്കും. സ്പെയിൻ ഡിഫൻസ് സമനില വരികയും അവസാന നിമിഷം ഒരു അത്ഭുതം നടന്നില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ
മത്സര സമനിലയിലോട്ട് പോവുകയും സമനിലയിൽ ഫ്രാൻസ് ജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ. ഓക്കെ, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.